ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയുടെ മലയോര പട്ടണമായ പുനലൂരിലാണ്. ഈ പുനലൂരിലെ സ്വകാര്യ സ്വത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൂക്കുപാലം പുനലൂരിൻ്റെ ഹൃദയഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാജഭരണകാലത്ത് തിരുവിതാംകൂർ ആയില്യം തിരുനാൾ മഹാരാജാവ് ആണ് ഈ തൂക്കുപാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ചരിത്ര വിസ്മയം കൂടിയാണ് ഈ തൂക്കുപാലം. 1871 ഇതിന് അനുമതി കിട്ടുന്നത് പാലം പണിയാൻ. പിന്നീട് 1877 അവിടെ ആ ആർച്ചിൽ എഴുതിയിട്ടുണ്ട് 1877 ഇതിന് പണിത് കഴിഞ്ഞ് ആ വർഷമാണ്. ഇത് പണിതത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനാണ് ആൽബർട്ട് ഹെൻറി. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇതിലിട്ടിരിക്കുന്ന തടികൾ മൊത്തം കടമരമാണ്, കാട്ടുമരം ആണ് കടമരം. അതോടൊപ്പം തന്നെ ഈ അടുത്തടുത്ത് കാണുന്നത് മഹാഗണിയാണ്. ഇടയ്ക്ക് കാണുന്നത് മഹാഗണിയാണ്. ബാക്കിയെല്ലാം കാട്ടുമരമായ കടമരമാണ്. തടിയിലെ തന്നെ ബലവത്തായ ഒരു തടിയാണ് കടമരം എന്ന് പറയുന്നത്. വശങ്ങൾ ലോഹങ്ങൾ കൊണ്ടാണ് പാലം വലിയ ഇരുമ്പ് ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവയിൽ 53 വളയങ്ങളുണ്ട്. അതിൻ്റെ ഒരറ്റം 4 കിണറുകളിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. വലിയ ഡിസ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാനും, കപ്പിൾസാണോ അതിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നവരാണോ അറിയില്ല. 2 യുവമിഥുനങ്ങൾ അവിടെയുണ്ട്. അവരുടെ മാതാപിതാക്കളാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. ഇത് നോക്കിക്കേ, പൂന്തോട്ടങ്ങളും. നമുക്ക് കുറേ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണത്. നല്ല രസമാണ് അവിടെ നിന്നൊക്കെ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ അങ്ങേ അറ്റത്തു നിന്ന് തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ പൂന്തോട്ടങ്ങളുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. ഇത് പാലത്തിൻ്റെ തൂണാണ്. ഭയങ്കര വീതിക്ക് വലിയ വലുപ്പത്തിൽ വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ടാണ് തൂണുകളൊക്കെ പണിതിരിക്കുന്നത്. പാലത്തിൻ്റെ ഒരറ്റത്ത് പ്രയോഗിക്കുന്ന ബലം അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മറ്റേ അറ്റം മുകളിലേക്ക് ഉയർത്തി സന്തുലിതമാകുന്ന ഒരു പ്രക്രിയയാണ് ബ്രിട്ടീഷുകാരുടെ സാങ്കേതിക പുരോഗതിയിലൂടെ യഥാർത്ഥ പകർപ്പാണ് നമ്മളീ കണ്ടിരിക്കുന്നത്. ഇന്നിത് ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. എങ്കിലും ഒരു കാലത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ അഭിമാനമായി തല ഉയർത്തിപ്പിടിച്ച് നിന്ന ഒരു ഒരു അത്ഭുതം തന്നെയായിരുന്നു ഈ ഒരു പാലം. ഇന്നത്തെ ജനറേഷന് ഇതിനെക്കുറിച്ച് കാണാനും ഇത് കണ്ട് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും അവർക്ക് ഇവിടെ വന്ന് സമയം ചെലവഴിക്കാനും ഇത് ഒരുപാട് സന്തോഷം തരുന്ന ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു 3-4 പേരൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ. ഇത് കിണറാണ്. അവിടുത്തെ 2 സൈഡിലായിട്ടുള്ള കിണറുകളാണ്. അതിൽ ഞാൻ ചെന്ന് നോക്കിയത് വെള്ളം ഉണ്ടോയെന്ന്. വെള്ളമൊന്നുമില്ല. അതിനകത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. എന്നാലും ഇത് നല്ല രസമാണ്. അവിടെ ചെന്നാൽ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കാണാനും നല്ല രസമാണ്. അപ്പോൾ അവിടെ ഒരു പൂന്തോട്ടമൊക്കെ സർക്കാർ അവിടുത്തെ ഭരണസമിതി അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് കുറേ സമയമൊക്കെ അവിടെ വിനിയോഗിക്കാൻ പറ്റും. എല്ലാവരും പോയി കാണുക. സന്തോഷം. താങ്ക് യു.